അഹങ്കാരിയായ കുരങ്ങൻ. ഹായ് കൂട്ടുകാരെ, കുറുനെല്ലിക്കാട്ടിലാണ് കഥ നടക്കുന്നത്. അവിടത്തെ പ്രധാന കുറുമ്പനാണ് കുട്ടുകുരങ്ങൻ. താനാണ് കാട്ടിലെ കേമൻ എന്നാണ് കുട്ടുകുരങ്ങന്റെ വിചാരം. അവൻ കാണുന്ന എല്ലാ മൃഗങ്ങളോടും ഗമയോടെ പറയാറുണ്ട്, നിങ്ങൾക്കറിയാമോ, ഞാനാണ് ഈ കാട്ടിലെ കേമൻ. എന്നെപ്പോലെ ബുദ്ധിയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നെപ്പോലെ ഉയരമുള്ള മരത്തിൽ അനായാസം കയറാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? എന്നെപ്പോലെ ആർക്കെങ്കിലും ഇത്ര പൊക്കത്തിൽ ചാടാൻ സാധിക്കുമോ? ഇതെല്ലാം കേട്ട് മൃഗങ്ങൾ മൂക്കത്ത് കൈവയ്ക്കും. എന്നിട്ട് പറയും, ഹോ, ഇവനെപ്പോലെ അഹങ്കാരിയായ വേറെ ഒരു മൃഗവും കാട്ടിലില്ല. അവനാണ് കാട്ടിലെ കേമൻ എന്നാണ് അവന്റെ വിചാരം. കഷ്ടം തന്നെ. ഒരു ദിവസം കുട്ടുകുരങ്ങൻ കാട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പോഴാണ് അവൻ പഴുത്ത് തുടുത്ത് മാങ്ങകളുള്ള ഒരു വലിയ മാവ് കണ്ടത്. മാവ് കണ്ടതും കുട്ടുകുരങ്ങൻ വിചാരിച്ചു, ആഹാ, എത്ര പഴുത്ത മാമ്പഴം! നല്ല മധുരമുണ്ടാകും, സംശയമില്ല. ഇപ്പോൾ തന്നെ മരത്തിൽ കയറി മുഴുവൻ ചാപ്പിടാം. ഇത്രയും പറഞ്ഞ് കുരങ്ങച്ചൻ മാവിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. ഇതുകണ്ട മാവ് പറഞ്ഞു, കുരങ്ങച്ച, മാമ്പഴം വേണോ നിനക്ക്? അതിനായി കഷ്ടപ്പെട്ട് എൻ്റെ മുകളിൽ കയറണമെന്നില്ല. ഒന്നാമത് എനിക്ക് നല്ല പൊക്കമാ. കൂടാതെ കുറേ കട്ടുറുമ്പുകളും മുകളിലുണ്ട്. നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ മാമ്പഴം താഴേക്കിട്ട് തരാം. ഇതുകേട്ട കുട്ടുകുരങ്ങന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാനാണ് കുട്ടുകുരങ്ങൻ. എനിക്ക് ഏത് വലിയ മരത്തിന്റെ മുകളിലും കയറാനാകും. ആരുടെയും സഹായം എനിക്കാവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ സ്വയം കയറി മാങ്ങ പറിച്ചു തിന്നോളാം. ഇത്രയും പറഞ്ഞ് കുട്ടുകുരങ്ങൻ മാവിന്റെ മുകളിൽ വലിഞ്ഞു കയറാൻ തുടങ്ങി. മുകളിൽ മുഴുവൻ കട്ടുറുമ്പുകളല്ലേ? അവരുടെ കടി കൊണ്ട് എന്ത് സംഭവിച്ചുവെന്നോ? കുട്ടുകുരങ്ങൻ ഒരലർച്ചയോടെ താഴേക്ക് വീണു. അയ്യോ, എന്റെ എല്ലൊടിഞ്ഞേ, വേദന കൊണ്ട് എനിക്കൊന്നും കാണാൻ വയ്യേ. കുട്ടു കരച്ചിലോട് കരച്ചിൽ. ഇത് കണ്ട് മാവിന് സങ്കടമായി. മാവ് സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കുട്ടു, മുകളിൽ കയറണ്ടെന്ന്. ഇപ്പോൾ കണ്ടില്ലേ? ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിനു താഴെ നിന്ന മുയൽക്കുട്ടൻ പറഞ്ഞു, കുട്ടുകുരങ്ങ, ഇത്ര അഹങ്കാരം പാടില്ല. നിന്നോട് എത്ര തവണയാ പറഞ്ഞത് മരത്തിൽ കയറണ്ട കയറണ്ട എന്ന്? അഹങ്കാരം കാണിച്ചാൽ ഇതാണ് ഫലം. എന്ത് കാര്യവും മര്യാദയ്ക്ക് ആലോചിച്ചേ ചെയ്യാവൂ. ഇതു കേട്ട് തല താഴ്ത്തി കുട്ടുകുരങ്ങൻ ഏന്തി വലിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് നടന്നു. അപ്പോൾ കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.